ചണ്ഡികേ സതതം യേ ത്വാം അർച്ചയന്തീഹ ഭക്തിദാം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ചണ്ഡികേ സതതം യേ ത്വാം അർച്ചയന്തീഹ ഭക്തിദ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ചണ്ഡികേ അല്ലയോ ചണ്ഡികേ, ഏതൊരുവർ അല്ലെങ്കിൽ ആര് ത്വാം നിന്നെ സതതം എല്ലായ്പ്പോഴും ഭക്തിദാ അർച്ചയന്തീഹ ഭക്തിപൂർവം അർച്ചിക്കുന്നുവോ. അല്ലയോ ചണ്ഡികേ, നിന്നെ എല്ലായ്പ്പോഴും ഭക്തിയോടുകൂടി അർച്ചിക്കുന്നവർക്ക് രൂപവും ജയവും യശസ്സും നൽകണമേ, ശത്രുക്കളെ നശിപ്പിക്കണമേ. ആരാധ്യ ദേവതയുടെ പ്രസാദത്തിനായി പുഷ്പം, കുങ്കുമം, ചന്ദനം തുടങ്ങിയവ അർപ്പിക്കുന്നതിനാണ് അർച്ചന എന്ന് പറയുന്നത്. ദേവതകളുടെ നാമങ്ങളോ ദേവതാപരങ്ങളായ മന്ത്രങ്ങളോ വിധിപ്രകാരം ഉച്ചരിച്ചുകൊണ്ട് വിഗ്രഹം, ചിത്രം മുതലായ പ്രതീകങ്ങളിൽ ആത്മസമർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന അർച്ചന പൂജയുടെ ഭാഗമാണ്. ദേവതയിൽ ആരോപിതമാകുന്ന ഗുണവിശേഷങ്ങളെ ആധാരമാക്കി അർച്ചനാവസ്തുക്കൾക്ക് വൈവിധ്യം തന്ത്രശാസ്ത്രം വിധിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് വിഷ്ണു പൂജയ്ക്ക് തുളസി, ശിവപൂജയ്ക്ക് വില്വപത്രം അല്ലെങ്കിൽ കൂവളത്തില, ദേവീ പൂജയ്ക്ക് കുങ്കുമം തുടങ്ങിയവ. ദേഹി സൗഭാഗ്യമാരോഗ്യം ദേഹി മേ പരമം സുഖം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ദേഹി സൗഭാഗ്യമാരോഗ്യം ദേഹി മേ പരമം സുഖം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. അമ്മേ, എനിക്ക് സൗഭാഗ്യം ദേഹി സൗഭാഗ്യം തരേണമേ, ആരോഗ്യം ദേഹി ആരോഗ്യം തരേണമേ, പരമം സുഖം ദേഹി പരമമായ സുഖം തരേണമേ. അല്ലയോ അമ്മേ, എനിക്ക് സൗഭാഗ്യവും ആരോഗ്യവും തരേണമേ, പരമമായ സുഖവും നൽകണമേ, രൂപവും ജയവും യശസ്സും നൽകണമേ, ശത്രുക്കളെ നശിപ്പിക്കണമേ. സമ്പൂർണമായ മാഹാത്മ്യം, ധൈര്യം, കീർത്തി, സമ്പത്ത്, ജ്ഞാനം, വൈരാഗ്യം എന്നീ ആറിനെയും പൊതുവേ കുറിക്കുന്ന പദമാണ് ഭഗം. ഇവ ആറുമുള്ള സ്ഥിതി സൗഭാഗ്യം. ഇവ ആറും പൂർണ്ണമായി ഒരു മനുഷ്യരിലും കാണാറില്ല. ഈ 6 ഗുണങ്ങളും ഉള്ളതിനാലാണ് ഈശ്വരനെ ഭഗവാൻ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരിലും ഒട്ടൊക്കെ ഈ ഗുണങ്ങൾ കാണാം. സാമാന്യ നിലവാരത്തിൽ കൂടുതലായി ഇവ ഉള്ളവരെ ഭാഗ്യവാന്മാരെന്നും സൗഭാഗ്യമുള്ളവരെന്നും നാം പറയുന്നു. അതാണ് സൗഭാഗ്യം തരേണമേ എന്ന അഭ്യർത്ഥന. അടുത്ത അഭ്യർത്ഥന ആരോഗ്യം തരണേ എന്നാണ്. രോഗം ഇല്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം. ശ്ലോകത്തിലെ അഭ്യർത്ഥന ശരീരസ്വാസ്ഥ്യത്തോടൊപ്പം മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സമനിലയും തരണേ എന്നാണ്. ദേഹി എന്ന പദം ആവർത്തിച്ചുപയോഗിക്കുന്നത് നിന്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ അത് സാധിക്കയില്ലെന്ന് ഉറപ്പിക്കാനാണ്. അടുത്തതായിട്ട് പരമമായ സുഖമാണ് ചോദിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ സുഖം. ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദത്തെ കൊടുക്കുന്നത്, ദുഃഖത്തെ ഇല്ലാതാക്കുന്നത് എന്ന സുഖത്തിന് നമുക്ക് സാമാന്യമായി നിർവചിക്കാം. ഇവിടെ സർവശ്രേഷ്ഠമായ സുഖത്തെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ദ്രിയ കാമനകൾ തൃപ്തിപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന സുഖാനുഭൂതി താൽക്കാലികമാണ്. വിശക്കുന്നവന് ഭക്ഷണം കിട്ടുമ്പോഴുണ്ടാകുന്ന തൃപ്തി പോലെ കുറേ കഴിയുമ്പോൾ വീണ്ടും വിശപ്പുണ്ടാകും. പരമം എന്ന വിശേഷണം കൊണ്ട് ദുഃഖസ്പർശം ഒരിക്കലും ഉണ്ടാകാത്ത പരമാനന്ദം എന്ന് ഗ്രഹിക്കാം. ജ്ഞാനം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഭക്തി കൊണ്ടും ഉണ്ടാകുന്ന ആത്മബോധവും തജ്ജന്യമായ നിർവൃതിയുമാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത്. ദുഃഖകാരണമായ ജനിമൃതചക്രത്തിൽ നിന്നുള്ള മോക്ഷത്തിനെയും സൂചിപ്പിക്കുന്നു.